Hello friends, this is Babu. Welcome to Babu's World. ഇന്ന് ഞാനിവിടെ വളരെ പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് പരിചയപ്പെടുത്തുന്നത്. അതിന്റെ പേരാണ് പവർ ക്വറി. ഈ പവർ ക്വറി യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെന്റ് സോഴ്സിലുള്ള ഡാറ്റകൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ക്വറി ബിൽഡ് ചെയ്തിട്ട് ഡാറ്റ ഫിൽട്ടർ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഷീറ്റിലേക്കോ വ്യൂ ടേബിളിലേക്കോ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഈ പവർ ക്വറി എന്നുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ചെറിയൊരു പാർട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇന്നത്തെ സെഷനിൽ കവർ ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വരുന്ന വീഡിയോകളിൽ കവർ ചെയ്യാം. പിന്നെ ഇതിന്റെ എക്സാമ്പിളില് ഈ ഒരു വർക്ക് ബുക്കിൽ 3 ഷീറ്റ് ഉണ്ട്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഇത് 3 മാസത്തെ സെയിൽസ് റിപ്പോർട്ടാണ്. ഇത് ഞാൻ ടേബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ടേബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്തിരിക്കുന്ന വാല്യൂ ടോട്ടൽ സെലക്ട് ചെയ്തതിനു ശേഷം ഇൻസേർട്ട് പോയിട്ട് ഇവിടെ ടേബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പൊ ഇത് ആക്റ്റീവ് അല്ല, കാരണം ഇത് ഓൾറെഡി ടേബിൾ ആയതുകൊണ്ട് ഇപ്പൊ അത് ഇനാക്റ്റീവ് ആണ്. ഇപ്പോൾ ഇങ്ങനെ ഇത് ടേബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ആൻഡ് ഇതിന്റെ ഫീൽഡ് നെയിം ഒരുപോലെ ആയിരിക്കണം. ഈ ഡാറ്റാബേസിന്റെ ഫീൽഡ് നെയിം 3 ഷീറ്റിലും അല്ലെങ്കിൽ എത്ര ഷീറ്റ് ഉണ്ടോ ആ ഷീറ്റിലുള്ളതിന്റെ ഒക്കെ ഫീൽഡ് നെയിം കോമൺ ആയിരിക്കണം. ഇനി ഫോർ എക്സാമ്പിൾ ഇത് നിങ്ങളുടെ 3 മാസത്തെ സെയിൽസ് ആണ്, അല്ലെങ്കിൽ 5 മാസത്തെ 10 മാസത്തെ എത്ര, അല്ലെങ്കിൽ ഒരു ഇയർ വൈസ് ആയിട്ടുള്ള സെയിലുകൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇത് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇത് 2-3 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, നിങ്ങൾക്ക് ചെറിയൊരു ഡാറ്റാബേസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷീറ്റിലെ ഡാറ്റ കോപ്പി ചെയ്യാം. അതിന് തൊട്ട് താഴെ സെക്കൻഡ് മന്തിൽ കോപ്പി ചെയ്യാം, പിന്നെ തേർഡ് മന്തിൽ കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് അത് വെച്ചിട്ട് പിന്നെ പിവറ്റ് ടേബിളോ മറ്റുള്ള റിപ്പോർട്ടുകളോ ജനറേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡാറ്റ കൺസോളിഡേഷൻ യൂസ് ചെയ്തിട്ടും ചെയ്യാം. പക്ഷെ ഡാറ്റ കൺസോളിഡേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ പുതിയൊരു ഷീറ്റ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുതിയൊരു മന്തിലെ അല്ലെങ്കിൽ പുതിയൊരു വാല്യൂ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവില്ല. പക്ഷെ ഈ പവർ ക്വറിയിൽ ഞാനിപ്പോൾ കാണിക്കുന്ന മെത്തേഡ് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ എത്ര ഷീറ്റ് ഇൻസേർട്ട് ചെയ്താലും ഓട്ടോമാറ്റിക്കായിട്ട് അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ജസ്റ്റ് ഒരു റീഫ്രഷ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് അപ്ഡേറ്റ് ആവും. പിന്നെ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിന് നമുക്ക് ആദ്യം ഈ ഡാറ്റയിൽ ഗെറ്റ് ഡാറ്റയിൽ ഫ്രം അതർ സോഴ്സസിൽ ബ്ലാങ്ക് ക്വറി എടുക്കുക. ഇപ്പൊ നമ്മുടെ പവർ ക്വറിയുടെ എഡിറ്റർ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിലെ ഫോർമുല ബാറിൽ ഈക്വൽ ടു എക്സൽ കറന്റ് വർക്ക് ബുക്ക് എന്നുള്ള ഫംഗ്ഷൻ ടൈപ്പ് ചെയ്തതിനു ശേഷം ജസ്റ്റ് എൻ്റർ ചെയ്യാം. ഇപ്പൊ നമ്മുടെ ആ വർക്ക് ബുക്കിൽ എത്ര ടേബിൾ ഉണ്ടോ ആ ടേബിളിന്റെ ലിസ്റ്റ് ഫുൾ ഇവിടെ വരും. നമ്മൾ ടേബിൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേബിളിലുള്ള വാല്യൂ, പിന്നെ രണ്ടാമത്തെ ടേബിളിലുള്ള വാല്യൂ, അങ്ങനെ ഓരോ ടേബിളിലുള്ള വാല്യൂ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ 2 ടേബിൾ എറർ ആയിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ എത്ര ഡാറ്റ ഉണ്ടോ അല്ലെങ്കിൽ എത്ര ടേബിൾ ഉണ്ടോ ആ ടേബിൾ ഫുൾ ഇവിടെ കാണിക്കും. ഇനി നമുക്ക് നമ്മുടെ വർക്കിങ്ങിന് ഈ ലാസ്റ്റിലെ 2 ടേബിളിന്റെ ആവശ്യമില്ല, കാരണം അത് എറർ ആണ്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ പേരുകൾ ഫിൽട്ടർ ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് നോക്കാം, ഇത് ടേബിൾ 1, 2, 3 ആണുള്ളത്. മറ്റുള്ളതൊക്കെ വേറെ പേരിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടേബിൾ എന്നുള്ള നെയിം വെച്ചിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കാം. ഞാനിവിടെ ടെക്സ്റ്റ് ഫിൽട്ടറിൽ കണ്ടെയ്ൻസ് എന്നുള്ളതിൽ ടേബിൾ ടൈപ്പ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ ആണ്, ക്യാപിറ്റൽ തന്നെ ടൈപ്പ് ചെയ്യണം. അപ്പൊ ടി ക്യാപിറ്റൽ ആണ്, അതുകൊണ്ട് ടി ക്യാപിറ്റലും ബാക്കി സ്മോൾ ലെറ്റർ ആയിട്ട് തന്നെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സെയിം ഇതിന്റെ കേസ് തന്നെ ടൈപ്പ് ചെയ്യണം. ഇത് നമുക്കിപ്പോൾ ഫിൽട്ടർ കിട്ടിയിട്ടുണ്ട്. 3 ടേബിളുകൾ മാത്രമായിട്ട് ഫിൽട്ടർ ചെയ്ത് കിട്ടി. പക്ഷെ ഏതെങ്കിലും ടേബിളിന്റെ പേര് ടേബിൾ നിന്ന് അല്ലെങ്കിൽ ആ ടേബിളിന്റെ പേരിൽ ടേബിൾ എന്നുണ്ടെങ്കിൽ അത് മാത്രമേ ഇപ്പൊ നമ്മുടെ ഈ റിപ്പോർട്ടിലേക്ക് അല്ലെങ്കിൽ ഈ ക്വറിയിലേക്ക് എടുക്കുന്നുള്ളൂ. നിങ്ങൾ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പും ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ തൽക്കാലം നമുക്ക് ഇത് വേണ്ട. അപ്പൊ നമ്മൾ 2 സ്റ്റെപ്പ് ചെയ്തു. ഒന്ന് ഫസ്റ്റിൽ ഇൻസേർട്ട് ചെയ്തു, പിന്നെ അതിൽ നമ്മൾ എന്ത് ചെയ്തു, റോ ഫിൽട്ടർ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ 3 ടേബിളിലെ വാല്യൂടെ കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു ടേബിളിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ഷീറ്റിലേക്ക് എടുക്കണം. അപ്പൊ അതിനെന്ത് ചെയ്യാം, നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇതിൽ എക്സ്പാൻഡ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാം. എന്നാൽ ഈ ചെക്ക് ബോക്സ് ഒഴിവാക്കുക, കാരണം നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ ഫീൽഡ് നെയിം വേണ്ട. പക്ഷെ പഴയ പ്രിഫിക്സ് ആയിട്ട് നമ്മുടെ പഴയ ഫീൽഡ് നെയിം വേണ്ട. സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻസേർട്ട് ചെയ്യട്ടെ. ക്ലിക്ക് ചെയ്യാം, ഓക്കെ ചെയ്യാം. ഇവിടെ അതിലുള്ള എല്ലാ ഫീൽഡും വന്നിട്ടുണ്ട്. ഓരോ ഫീൽഡിന്റെ താഴെയും ആ ഫുൾ ഡാറ്റ വന്നിട്ടുണ്ട്. അപ്പൊ 3 ഷീറ്റുകളുടെ ഡാറ്റ കൂടെ കമ്പൈൻ ചെയ്തിട്ട് ടോട്ടൽ 88 റോ അല്ലെങ്കിൽ 88 റെക്കോർഡ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്.
ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഫോർമാറ്റുകളോ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതൊക്കെ ചേഞ്ച് ചെയ്യാം. ഞാൻ ഇവിടെ ഈ ഫീൽഡ് ഇവിടുന്ന് റിമൂവ് ചെയ്യുന്നു. അതുപോലെ നിങ്ങൾക്ക് ഇതിപ്പോ എന്തെങ്കിലും ഫോർമാറ്റുകൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം. പിന്നെ ഇതിന്റെ കേസ് ചേഞ്ച് ചെയ്യണം. ഇതിൽ എന്ത് ചെയ്യാം, ഞാനെല്ലാം ക്യാപിറ്റൽ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫോർമാറ്റ് എടുത്തു, അപ്പർ കേസ് കൊടുത്തു. ഇപ്പൊ ഇതെല്ലാം ക്യാപിറ്റൽ ആയിട്ട് മാറി. അതുപോലെ ഓർഡറിന്റെ ഡേറ്റില് ഇവിടെ ഡേറ്റ് ഉണ്ട്, എനിക്ക് ഡേറ്റ് മാത്രം കണ്ടാൽ മതി. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്യാം, ഡേറ്റില് ഡേറ്റ് ഓൺലി കൊടുക്കുക. അപ്പൊ ഇവിടെ ഡേറ്റ് മാത്രമായിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് പുതിയൊരു കോളം ഇൻസേർട്ട് ആണെങ്കിൽ കോളം ഇൻസേർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ മന്ത് വൈസ് ഉള്ള റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ എനിക്ക് മന്തിന്റെ പേര് ഇൻസേർട്ട് ചെയ്യണം. ഞാൻ ഈ ഓർഡർ എന്നുള്ള ഡേറ്റ് സെലക്ട് ചെയ്തു. എന്നിട്ട് പുതിയൊരു കോളം ആഡ് ചെയ്യാനായിട്ട് ആഡ് കോളം കൊടുക്കുക. അതിൽ ഡേറ്റിൽ ഞാനിവിടെ മന്ത് എടുത്തു, ഇതിൽ നെയിം ഓഫ് മന്ത് എന്ന് എടുത്തു. അപ്പൊ ഈ ഓരോ ഡേറ്റ് ഫീൽഡിലുള്ള മന്തിന്റെ പേര് മാത്രം പുതിയൊരു ഫീൽഡിലേക്ക് കോപ്പി ചെയ്യും. ഇവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്, എല്ലാ മാസത്തെ പേര് മാത്രം കോപ്പി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മോഡിഫിക്കേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി എന്ത് ചെയ്യാം, ഈ ഡാറ്റ നമ്മുടെ ഷീറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാം, ലോഡ് ചെയ്യാം. ഇത് ലോഡ് ചെയ്യാനാണെങ്കിൽ ക്ലോസ് ആൻഡ് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു ഷീറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യും. ഓൾറെഡി ഉള്ള ഒരു ഷീറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാനാണെങ്കിൽ ക്ലോസ് ആൻഡ് ലോഡ് ടു അല്ലെങ്കിൽ കൊടുക്കാം. അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഒരു പിവോട്ട് ടേബിൾ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അതിന് നിങ്ങൾ ക്ലോസ് ആൻഡ് ലോഡ് ടു യൂസ് ചെയ്താൽ മതി. ഇവിടെ ടേബിൾ ആയിട്ടാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്, പിവോട്ട് ടേബിൾ ആയിട്ടാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ ടേബിൾ ആയിട്ട് ഇൻസേർട്ട് ചെയ്യുന്നു ഫസ്റ്റ്. ഇവിടെ ഓക്കെ കൊടുത്തു. ഇവിടെ പുതിയൊരു ഷീറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ കൊടുത്തു ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞാണ് ഷീറ്റിന്റെ പേര്. ഇതിൽ 88 റോ ഉണ്ട്. ഇനി ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയൊരു പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ എന്ത് ചെയ്യാം, ഇൻസേർട്ട് എടുത്തു, ഇതിൽ പിവോട്ട് ടേബിൾ എടുക്കുക. പിവോട്ട് ടേബിൾ എന്താണെന്ന് അറിയാത്തവർ എൻ്റെ മുന്നേയുള്ള വീഡിയോകൾ കാണുക. അതിൽ ഓൾറെഡി ഞാൻ പിവോട്ട് ടേബിളിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു സമ്മറൈസ് ചെയ്തിട്ട് വാല്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് പിവോട്ട് ടേബിൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിളിന് ഇത് മന്ത് ഓരോ ഡേ വൈസ് ഉള്ള സെയിലാണ്, നമുക്ക് മന്ത് വൈസ് ആയിട്ട് സമ്മറി ആക്കി എടുക്കണം. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പുതിയ ഷീറ്റിലേക്ക് പിവോട്ട് ടേബിൾ ഇൻസേർട്ട് ചെയ്തു. ഇനി ഇതിൽ ടോട്ടൽ സെയിലിൻ്റെ അത് വാല്യൂയിൽ എടുക്കുക. കാരണം വാല്യൂയിൽ എപ്പോഴും നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫീൽഡാണ് വാല്യൂയിൽ എടുക്കേണ്ടത്. ഇപ്പോൾ വാല്യൂയിൽ സം എടുത്തു. ഇവിടെ ടോട്ടൽ സെയിൽസ് എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് മന്ത് വൈസ് വേണം. ഈ മന്ത് വൈസ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം, റോയിൽ അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ കോളത്തിൽ അറേഞ്ച് ചെയ്യാം. ഒരുപാടുള്ളതാണെങ്കിൽ എന്ത് ചെയ്യാം, എപ്പോഴും റോയിൽ അറേഞ്ച് ചെയ്യാം. ഒന്നോ രണ്ടോ ഫീൽഡുകളൊക്കെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കോളത്തിൽ അറേഞ്ച് ചെയ്യാം, വാല്യൂ ഉള്ളെങ്കിൽ. ഇപ്പൊ മന്ത് നെയിം ഞാൻ ഇവിടെ കോളത്തിൽ എടുക്കുന്നു. ഇപ്പൊ ജനുവരിയിലെ സെയിൽസ് ഇവിടെ കാണാം, ഫെബ്രുവരി, മാർച്ച്, പിന്നെ അതിന്റെ ടോട്ടൽ ഉണ്ട്. ഇനി എനിക്ക് ഒരു ഗ്രൂപ്പും കൂടെ വേണം. ഇപ്പൊ എക്സാമ്പിളിന് റീജിയൻ, ഓരോ റീജിയനിലുള്ള സെയിലും കൂടെ കിട്ടണം. ഞാൻ ഇവിടെ കൊടുത്തു. അപ്പൊ സെൻട്രൽ റീജിയനിൽ ജനുവരിയിലുള്ള സെയിൽ ഇതാണ്, ഫെബ്രുവരി ഇതാണ്, മാർച്ച് ഇതാണ്. അതുപോലെ വെസ്റ്റില് ഉള്ള മന്ത് വൈസ് ഉള്ള സെയിലാണിത്. ഇത് പിവോട്ട് ടേബിളിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പൊ അതിന് എൻ്റെ മുന്നേയുള്ള വീഡിയോ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ഇനി ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുതിയ ഡാറ്റ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് അപ്ഡേറ്റ് ആവും. ഇതിപ്പോ എത്ര ഷീറ്റ് ഉണ്ട്, ഇതിൽ 3 ഷീറ്റാണ് ഉള്ളത്. ഇനി നാലാമതൊരു ഷീറ്റ് സെയിം ഫോർമാറ്റിലുള്ള നാലാമതൊരു ഡാറ്റ കൊണ്ട് അല്ലെങ്കിൽ പുതിയൊരു ഷീറ്റ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പിവോട്ട് ടേബിളും അല്ലെങ്കിൽ ഈ ഡാറ്റയും ഒക്കെ അപ്ഡേറ്റ് ആകാം. അതിനെന്ത് ചെയ്യാൻ, ഞാൻ ഇവിടെ ഓൾറെഡി വേറൊരു ബുക്കിൽ ഒരു ഏപ്രിൽ മന്തിലെ ഡാറ്റ ഉണ്ട്, അത് ഇവിടേക്ക് കോപ്പി ചെയ്യാം. ഓക്കെ, ഇനി ജസ്റ്റ് സേവ് ചെയ്യാം, റിഫ്രഷ് ചെയ്യാം. ഏപ്രിൽ എന്നുള്ള ഫീൽഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എല്ലാ ഡാറ്റയും വരും. ഇനി നിങ്ങൾ നെക്സ്റ്റ് മന്ത് ഇപ്പൊ മെയ് ഇൻസേർട്ട് ചെയ്തു, ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ജൂൺ ഇൻസേർട്ട് ചെയ്തു, ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ ഇത് ഇയർ വൈസ് ആണെങ്കിൽ, ഇപ്പോൾ ഇത് ഫസ്റ്റ് ഉള്ളത് ഇയർ ആണെങ്കിൽ 2005 അല്ലെങ്കിൽ 10, നെക്സ്റ്റ് ഇയർ, ഓരോ ഇയർ, അങ്ങനെ എത്ര ഷീറ്റ് നിങ്ങൾ ഇൻസേർട്ട് ചെയ്യുന്നോ അതിനനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പിവോട്ട് ടേബിളും ഈ ഡാറ്റയും നിങ്ങൾക്ക് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ആയി കിട്ടും. ഇപ്പോൾ വളരെ യൂസ്ഫുൾ ആണ്. എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് ബോക്സിൽ അത് മെസ്സേജ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.